ഒരു പുതിയ സ്റ്റേറ്റ് കമ്മിറ്റിയെ രൂപീകരിച്ചെടുക്കാൻ വേണ്ടി ഒത്തുകൂടുകയും വളരെ ജനാധിപത്യപരമായി നാം അതിലൂടെ ഒരു പ്രസിഡന്റെ തിരഞ്ഞെടുക്കുകയാണ്. ആ പ്രസിഡന്റ് ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷനാണ്. ആ പ്രസിഡന്റിനെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം. ആ പ്രസിഡന്റ് ഡോക്ടർ പി പി കോയ സാഹിബിന്റെ മകനായതുകൊണ്ട് മാത്രമല്ല ഈ സ്ഥാനത്തേക്ക് വന്നത്, മറിച്ച് അദ്ദേഹം ഇതിനു മുമ്പ് ഏറ്റെടുത്ത ഓരോ ദൗത്യം യുവജനപക്ഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുകയും അതിനുശേഷം ദേശീയ യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആവുകയും ഈ കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിയമോപദേശകനാവുകയും വിശിഷ്ട ഗോള പട്ടേൽ ലക്ഷദ്വീപിലേക്ക് വന്നതിന് ശേഷം ലക്ഷദ്വീപുകാർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട്, വക്കീൽ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ലക്ഷദ്വീപിനെ സംരക്ഷിച്ചെടുക്കാനും കോടതിയിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാനും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു വ്യക്തിയെയാണ് ഇന്ന് ഈ പ്രസ്ഥാനം അതിന്റെ അമരക്കാരനായി തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടും ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിവുള്ള, കെൽപ്പുള്ള, തങ്കുറ്റമുള്ള, ദീർഘവീക്ഷണമുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു പ്രസിഡന്റിനെയാണ് ഇന്ന് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചുകൊണ്ട് മുൻപോട്ട് ചേർന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ അദ്ദേഹത്തിന്റെ കാലയളവിൽ നടത്താൻ പോകുന്ന നയപ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത് അദ്ദേഹത്തിലേക്ക് വിട്ടുകൊണ്ട്